ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ട്രേഡ് എന്ന് പറയുന്ന എൻ്റെ പ്ലേലിസ്റ്റിലെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോയിൽ സെക്കൻഡ് പാർട്ട് എന്തായാലും കാണുക, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻട്രാഡേ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡുകളിൽ പ്രോഫിറ്റബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു ഭയങ്കര എഡിറ്റിംഗ് അറിയാവുന്ന ഒരാളൊന്നല്ല. അപ്പോൾ ഇത്തിരി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, സൗണ്ട് അത്ര ക്ലിയർ ഉണ്ടാവില്ല, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് കിട്ടാവുന്ന നോളജ്, ആ ഒരു സൈക്കോളജിക്കൽ ആ ഒരു നോളജ് എന്ന് പറയുന്നത് വളരെ അമൂല്യമായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും കാണാൻ ശ്രമിക്കുക, സീരിയസ് ആയുള്ളവർ. ഓക്കെ, അപ്പോൾ ട്രേഡ് ചെയ്യാൻ പോണവർക്ക്, അതായത് ഇൻട്രാഡേ അല്ലെങ്കിൽ ഷോർട്ട് ടൈം വാട്ടെവർ ട്രേഡ് ചെയ്യുന്നവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കണം. നിങ്ങളുടെ ക്യാപിറ്റൽ വളരെ ചെറുതാണോ? ബിഗിനറാണോ? നിങ്ങൾ ഒരു ട്രേഡിങ്ങിൽ ഒരു കരിയർ ഉണ്ടാക്കണോ? നിങ്ങൾക്ക് ഒരുപാട് ലോസും ഒക്കെ ഉണ്ടായി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആകെ ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? സോ മെനി ഇൻഡിക്കേറ്റേഴ്സ്, ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തു, ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തു, കോഴ്സസ് എടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയില്ല. എന്താണ് നിങ്ങൾ ലാക്ക് ചെയ്യണത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇതെൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നിങ്ങളപ്പോൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾ സേവ് ലോട്ട് ഓഫ്, നിങ്ങൾ ഒരുപാട് മണി നിങ്ങൾ സേവ് ചെയ്യും. കാരണം നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ലോസുകളൊക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങളല്ലേ, ആ ലോസൊക്കെ നിങ്ങൾ സേവ് ചെയ്യും, ടൈം സേവ് ചെയ്യും, എന്താണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കൊരു ഡയറക്ഷൻ കിട്ടും ട്രേഡിങ്ങിൽ. ഓക്കെ, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ അത് വീഡിയോയിൽ ഞാൻ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ബെസ്റ്റ് ഇൻഡിക്കേറ്റർ, കിടിലൻ ഇൻട്രാഡേ സ്ട്രാറ്റജി, 100% പ്രോഫിറ്റബിൾ ഇൻട്രാഡേ സ്ട്രാറ്റജി, അങ്ങനെ ഒരുപാട് വീഡിയോസുകൾ കണ്ട് നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവും. എന്താ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവാത്ത ഈ വീഡിയോസുകളൊക്കെ കണ്ടിട്ട്? ഈ വീഡിയോസിലൊന്നും അവർ ബേസിക് പറഞ്ഞു തരുന്നില്ല ഫ്രണ്ട്സ്. എന്താണ് നിങ്ങൾ യഥാർത്ഥമായിട്ട് പഠിക്കേണ്ടത്? ABCD, സ്റ്റോക്ക് മാർക്കറ്റിലെ ABCD എന്താണെന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ? അതിൻ്റെ കറക്റ്റ് കോർ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ അതിനുള്ളൊക്കെ കാരണം, നിങ്ങൾ ഇൻട്രാഡേയോ സ്വിംഗ് ട്രേഡോ എന്താണ് ചെയ്യണതെങ്കിൽ ആയാലും നിങ്ങൾക്ക് ആ ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പം നിങ്ങൾ വാങ്ങാൻ പോണത് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ പോകണമെങ്കിൽ ആ പ്രൈസ് ഗുഡ് പ്രൈസ് ആണെന്ന് നിങ്ങൾക്കറിയോ? അത് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ കാണിക്കുമ്പോൾ ഒരു ബൈ ചെയ്യോ? അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ പറയുമ്പോൾ നിങ്ങൾ ബൈ ചെയ്യോ? അതിൽ വേറെ എന്തെങ്കിലും എവിടെ നിന്ന് നിങ്ങൾ സജഷൻ കിട്ടുമ്പോൾ ബൈ ചെയ്യോ? നിങ്ങൾക്ക് ആ യഥാർത്ഥമായി അതിൻ്റെ പ്രൈസിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതേപോലെ സെല്ല് ചെയ്യുമ്പോൾ ഗുഡ് പ്രൈസ് ആണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ പ്രോഫിറ്റബിൾ അല്ലാത്തത്. ഒരു ഉദാഹരണം പറയുന്നത്, സ്റ്റോക്കസ്റ്റിക് ഇൻഡിക്കേറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെ, സിമ്പിളാണ്. ഒരു ഇൻഡിക്കേറ്റർ ഇടുക, ക്രോസ് ചെയ്ത് മേലെ പോണ്, ബൈ സിഗ്നൽ, എൻട്രി, എക്സിറ്റ്. വാ, വെരി സൂപ്പർ, ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ, നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കിയ, ഇങ്ങനെ കാണാൻ നല്ല രസമായിരിക്കും. റിയൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് എൻട്രി എടുത്തിട്ട് പ്രോഫിറ്റ് ആവാൻ പറ്റിയോ? പറ്റിയില്ല. ഇനി അടുത്തത് മാക്ടി, മൂവിങ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ്. വാവ്, പച്ച കത്തുന്നു, മേലേക്ക് ഇങ്ങനെ ഒരു മല പോലെ വരുന്നു, ബൈ ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റബിൾ ആയോ? മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം കാണാൻ നല്ല രസമാണ്, പക്ഷെ നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ പറ്റുമോ? ഇല്ല. മൂവിങ് ആവറേജ്, എൻട്രി, എക്സിറ്റ്, പ്രോഫിറ്റബിൾ ആയോ? ഇങ്ങനെ എത്ര ഇൻഡിക്കേറ്റർ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, എത്ര സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്താ പ്രോഫിറ്റബിൾ ആവാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും? ഈ സ്ട്രാറ്റജികളൊന്നും വർക്ക് ആവാത്തതിന് കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് പ്രൈസ് അറിയില്ല. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ സ്ട്രാറ്റജി ചില സമയങ്ങൾ വർക്ക് ചെയ്യും, ഒരു 20-30%. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, നിങ്ങൾ പ്രോഫിറ്റ് കിട്ടിക്കൊള്ളാൻ അടിപൊളി എന്നൊക്കെ വിചാരിക്കും. ആ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് അതിൻ്റെ പ്രൈസ് കറക്റ്റായിരുന്നു, ആ പ്രൈസ് നല്ല പ്രൈസായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയത്. എന്നാൽ ബാക്കി 70% സമയത്തും നിങ്ങൾക്ക് ലക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ നല്ല പ്രൈസിലല്ല ബൈ ചെയ്യണത്, നല്ല പ്രൈസിലല്ല സെല്ല് ചെയ്യണത്. ആ ലക്ക് ഫാക്ടർ കൊണ്ടാണ് ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ കുറച്ചെങ്കിലും വർക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയണത്, ഈ സെയിം എൻട്രി വരുമ്പോൾ നിങ്ങളിവിടെ ഇൻഡിക്കേറ്റർ നോക്കി ബൈ ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ പ്രൈസ് അറിയോ? ഈ ഒരു സ്റ്റോക്കിൻ്റെ പേര് എന്തായിക്കോട്ടെ, ആ സ്റ്റോക്കിൽ 439 രൂപ അല്ലെങ്കിൽ 440 രൂപ എന്ന് പറഞ്ഞ പ്രൈസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയോ? അതിന് വല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ടോയെന്ന് നിങ്ങൾക്കറിയോ? അതേപോലെ ആ സ്റ്റോക്ക് എക്സിറ്റ് ആയത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ എക്സിറ്റ് ആയിട്ടുള്ള 450 എന്ന് പറഞ്ഞ പ്രൈസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയോ? അറിയില്ല. അതാണ് നിങ്ങൾ പ്രോഫിറ്റബിൾ അല്ലാത്തതിന് കാരണം. മൂവിങ് ആവറേജ്, എൻട്രി എടുത്തു, എൻട്രിയിൽ അവിടുത്തെ പ്രൈസ് 2520, ആ പ്രൈസിൻ്റെ ഇതറിയോ? വാല്യൂ അറിയോ?
2550 എക്സിറ്റ് ചെയ്തു. എക്സിറ്റിൻ്റെ വില ഇതറിയോ, ഇതിൻ്റെ ഗുണം അറിയോ, അതെന്താണ് കാരണം എന്നറിയോ? കുറച്ച് വെള്ളിലേക്ക് വരും, സോറി. നമ്മളിത് ഭയങ്കര മുൻകൂട്ടി ചെയ്തിട്ട് ട്രേഡ് ചെയ്യണ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. നിങ്ങളെപ്പോലെ സാധാരണക്കാരനാണ്. എനിക്ക് എഡിറ്ററോ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളൊന്നുമല്ല. എനിക്ക് ട്രേഡ് ചെയ്യാൻ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ മൂവിങ് ആവറേജ് പ്രൈസ് 800 ഇവിടെ എൻട്രി എടുത്തു, എക്സിറ്റ് ചെയ്തു 810. എന്തുകൊണ്ട് ഈ പ്രൈസ് ഇവിടെ നിന്ന് ഇവിടേക്ക് കയറിപ്പോയി, 800 810 പോയി? അത് നിങ്ങൾക്കറിയോ? അറിയില്ല. അപ്പോൾ നിങ്ങൾ ട്രേഡ് ഇപ്പം ചെയ്യണത് എൻട്രാഡേ, സ്വിങ്, ലോങ് ടേം എന്തായിക്കോട്ടെ, നിങ്ങൾ ബൈ ചെയ്യാൻ പോകുന്നത്, ബൈ ഓർ സെല്ല് ചെയ്യുന്ന പ്രൈസ് നല്ല പ്രൈസ് ആണോ എന്ന് നിങ്ങൾക്കറിയോ? ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയോ, അറിയില്ലേ? ഇപ്പോൾ നിങ്ങളുടെ ആൻസർ നോ, അറിയില്ല എന്നാണെങ്കിൽ എനിക്ക് സോറി ടു സേ, നിങ്ങൾ ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പോകണില്ല. ഇത് ട്രൂ ഫാക്റ്റാണ്. ഇതിന് ഞാൻ കാരണം പറയുന്നത് റിയാലിറ്റി ഒരു ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു മാർക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ആമസോണിൽ നിന്നൊരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങളൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആദ്യം നോക്കും, ആവറേജ് നോക്കിയിട്ട്. എന്നിട്ട് അതിൻ്റെ പ്രൈസ് എവിടെയാണ് കുറവ് കിട്ടണമെന്ന് നമ്മൾ നോക്കും. അതായത് ഫ്ലിപ്കാർട്ടിൽ നോക്കും, ആമസോണിൽ നോക്കും, അല്ലെങ്കിൽ മിന്ത്രയിൽ നോക്കും. ആ സെയിം പ്രൊഡക്റ്റ്, അത് നമുക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്, ആവറേജ് റിവ്യൂ ഒക്കെ നോക്കിയതിന് ശേഷം അത് നല്ല പ്രൈസ് കിട്ടുന്നിടത്ത് നോക്കി നമ്മൾ ബൈ ചെയ്യും. എന്തെങ്കിലും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാത്തത്? അതുകൊണ്ടാണ് നിങ്ങൾ പ്രോഫിറ്റബിൾ അല്ലാത്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, എങ്ങനെ അറിയാം ഗുഡ് പ്രൈസ്? എങ്ങനെ ഗുഡ് പ്രൈസ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായിട്ട് പീപ്പിൾ ബൈ ആൻഡ് സെല്ല് ചെയ്യുന്ന ഗുഡ് പ്രൈസ് ചാർട്ട് നോക്കി കണ്ടുപിടിക്കണം. ചാർട്ട് നോക്കി കണ്ടുപിടിച്ച് അതിൻ്റെതായ രീതിയിൽ കുറച്ച് ടെക്നിക്കുകൾ കൂടി യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകുള്ളൂ. അപ്പോൾ അത് ലോങ് ടൈം ചാർട്ടിൽ നോക്കണം, അത് പ്രത്യേക രീതിയിൽ നോക്കണം. അങ്ങനെയൊക്കെ നോക്കി അതിൻ്റെ ബേസിക് ലെവലിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ പ്രോഫിറ്റബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ സീരിയസ്ലി അടുത്ത വീഡിയോ വരാൻ പോണത്, അടുത്ത വീഡിയോയിലായിട്ട് വരാൻ പോണത്. നിങ്ങളിത് എന്തായാലും നിർബന്ധമായിട്ടും ഈ പ്ലേലിസ്റ്റ് കണ്ടിരിക്കണം, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവണമെന്ന്. അതല്ലെങ്കിൽ ഒരുപാട് വലിയ ലക്ഷങ്ങളുടെ എന്താണ് വീഡിയോസുകളൊക്കെ കണ്ട് 10 ലക്ഷം 20 ലക്ഷം പ്രോഫിറ്റ് എനിക്ക് കിട്ടി എന്നുള്ള വീഡിയോകൾ കണ്ടിരുന്നാൽ മതിയാ? അത് കണ്ടിരുന്നോ? അതിലുപോലെ നിങ്ങൾക്ക് കിട്ടണ്ടേ, പൈസ ഉണ്ടാക്കണ്ടേ? അവരുണ്ടാക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾക്കറിയില്ല. അപ്പോൾ അത് കണ്ടിരുന്നതിന് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവോ? വെറുതെ ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ്. അത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉണക്ക സ്ട്രാറ്റജി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ട് നഷ്ടം വന്നു കഴിഞ്ഞാൽ അതും വേസ്റ്റ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ. ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഇടുന്നുണ്ട്. അതിൻ്റെ അവസാനം തന്നെ അതിനെക്കുറിച്ച് കുറച്ച് ഹിൻഡ് തന്നെയുണ്ട് സെക്കൻഡ് പാർട്ടിൽ. അപ്പോൾ ഈ സെക്കൻഡ് വീഡിയോ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ പോയി കാണാം. അപ്പോൾ നിങ്ങൾക്കതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ ഫ്രണ്ട്സ്. സീരിയസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് മാത്രം വരിക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സാധാരണ വീഡിയോ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. പോകുന്നത് നിനക്കാണ്, നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കാണ്, എനിക്കല്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്, മലയാളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. അതൊക്കെ എന്തെങ്കിലും കുറച്ച് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ.